പ്രശസ്ത കാഥികനും കലാസാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകനും അയ്യപ്പ ഭക്തനുമായിരുന്ന തൃശൂർ രാമകൃഷ്ണന്റെ 4ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സൗഹൃദം സെന്റർ അമ്പിളി ഭവനിൽ അനുസ്മരണ സമ്മേളനവും കവിയരങ്ങും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ കുറ്റിപ്പുഴ രവി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാമകൃഷ്ണന്റെ കർമ്മകുശലതയും കലാസാംസ്കാരിക രംഗത്തെ പ്രഭാവവും മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഭക്തിപ്രഭാഷകൻ എന്ന നിലയിലും അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. സെന്റർ ഡയറക്ടർ പ്രൊഫസർ പുന്നക്കിൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. സൗഹൃദം സെന്ററുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളുടെയും സാരഥിയായിരുന്ന രാമകൃഷ്ണന്റെ പ്രവർത്തന പാടവം മറക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പണവും സ്വാധീനവും ഇല്ലാതെ തന്നെ കലാരംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. പല പരിപാടികളിലും കലാപ്രസംഗം അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം സൗഹൃദം സൊസൈറ്റിയിൽ അംഗമായി, പിന്നെ കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിൽ അംഗമായി, പിന്നെ മനുഷ്യാവകാശ സമിതിയിൽ അംഗമായി, അങ്ങനെ എല്ലാ സംഘടനകളുമായി അംഗത്വം സ്വീകരിച്ച് അതിൻ്റെ സജീവമായ പ്രവർത്തകനായി മാറുകയും പിന്നീട് അദ്ദേഹം അവസാന നിമിഷത്തിൽ അയ്യപ്പ ഭക്തനായിട്ട്, അതായത് കഥാപ്രസംഗ ഫീൽഡ് വളരെ മന്ദീഭവിച്ച ഒരു കാലഘട്ടമായി മാറി. കഥാപ്രസംഗത്തിന് വലിയ പ്രചാരമില്ലാത്ത കാലഘട്ടമായി. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം അയ്യപ്പ ഭക്തനായിട്ടും പ്രഭാഷകനായിട്ടും ഭക്തി പ്രഭാഷകനായിട്ടും രംഗപ്രവേശനം ചെയ്തു. അങ്ങനെ അമ്പലങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഭക്തി പ്രഭാഷണങ്ങൾ നടത്തി. അങ്ങനെ അദ്ദേഹം പ്രചാരമായി മുന്നോട്ട് പോയി എന്നുള്ളതാണ് വാസ്തവം. അവസാനം നമുക്കറിയാം, അദ്ദേഹം ട്യൂമറായിട്ടാണ് അദ്ദേഹം മരിച്ചത്. 2021 ഡിസംബർ 4 മരിച്ചത്. അത് വലിയ ഒരു ഖേദപൂർവമായ ഒരു വിയോഗമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ഏറ്റവും വലിയ നല്ല ഒരു സമ്മർദ്ദ സഹചാരിയാണ് നമ്മൾ പോയത്. ഇതിൽ വളരെയധികം ഖേദം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തേണ്ടത് സൗഹൃദ സെൻറ്റർ ഉള്ളിടത്തോളം കാലം അത് അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ചടങ്ങ് ഈ ഡിസംബർ 4 തന്നെ വേറെ ദിവസത്തേക്ക് പല ആളുകൾ ചോദിച്ചിരുന്നു. സാഹിത്യകാരി ഇ സുമതിക്കുട്ടി, കെ എ ഗോവിന്ദൻ, അസിസ്റ്റന്റ് ഡയറക്ടർ പുഷ്പജ നാരായണൻ, അബ്രഹാം കൂള, ജോൺസൺ കുന്നംപള്ളി, കലാകാരൻ ഉണ്ണി വടക്കാഞ്ചേരി, നർത്തകി പ്രസന്ന ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന കവിയരങ്ങും വിവിധ കലാപരിപാടികളും കവി ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയും ജാതിയും നോക്കിയാണ് കലാകാരന്മാരെ അംഗീകരിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. അംബികാദേവി കൊട്ടേക്കാട്ട്, ശ്രീലത കാഞ്ഞിരക്കോട്, പി ജി പുതുരുത്തി, നിർമ്മല കോലഴി, ഇന്ദിര വരവൂർ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. മുരളീധരൻ ബ്രഹ്മകുമാരീസിന്റെ പുല്ലാങ്കുഴൽ വാദനവും ഓട്ടംതുള്ളൽ പ്രകടനവും പരിപാടിക്ക് മാറ്റുകൂട്ടി. രാമകൃഷ്ണന്റെ ഛായാചിത്രത്തിന് മുമ്പിൽ ദീപം തെളിയിച്ച് പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം മകൾ ശാരികയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ ഉഷ രാമചന്ദ്രൻ സ്വാഗതവും കെ എച്ച് സിദ്ദിഖ് നന്ദിയും പറഞ്ഞു. തൃശൂർ രാമകൃഷ്ണന്റെ സ്മരണയ്ക്കായി സൗഹൃദം സെന്റർ നൽകുന്ന ശ്രീ അയ്യപ്പ കലാശ്രേഷ്ഠ അവാർഡ് പാവൂക്കോണം നാരായണൻ നായർക്ക് അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ ഡയറക്ടർ പ്രൊഫസർ പുന്നക്കിൽ നാരായണൻ സമ്മാനിച്ചു. ഇ സുമതിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. വിജയൻ നായർ, ടി പി ഉണ്ണിക്കുട്ടൻ, കുഞ്ഞിരാമൻ, സി ഉഷ, ശ്രീരാഗ് എന്നിവർ പ്രസംഗിച്ചു. 62 വർഷത്തെ ശബരിമല യാത്രയുടെ അനുഭവങ്ങൾ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് അപ്പസ്വാമി പങ്കുവച്ചു. വടക്കൻ കേരളത്തിലെ പ്രധാന അയ്യപ്പ കലാ അനുഷ്ഠാനമായ പാണിപ്പാട്ടിന്റെ സവിശേഷതയും അദ്ദേഹം വിശദീകരിച്ചു. 17 വർഷത്തെ ഈവന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധയാകർഷിച്ച ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ് വടക്കാഞ്ചേരിയിൽ വെഡിംഗ് കാറ്ററിംഗ് സർവീസ്, ബർത്ത്ഡേ ഡെക്കറേഷൻ, ഹൽദി പ്രോപ്പർട്ടി റെന്റേഴ്സ്, കോർപ്പറേറ്റ് ഈവന്റ്, എക്സിബിഷൻ, ഇനോഗ്രേഷൻ, ട്രാവൽ ടൂറിസം, ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ, ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം. ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ്, ജോസൺസ് ബി ഡേ, നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച്, വടക്കാഞ്ചേരി, തൃശൂർ. ഫോൺ 9497558576 9745451369. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.